എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ദ ഗ്രേറ്റ് വാർ ഐലൻഡിലേക്കൊരു യാത്രയാണ്. ഗ്രേറ്റ് വാർ ഐലൻഡിനെ കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ കാണുന്നതാണ് ഗ്രേറ്റ് വാർ ഐലൻഡ്. അപ്പോൾ ഇതൊരു വാക്കിംഗ് സോണാണ്. ഇപ്പോൾ ഞാനുള്ളത് സെമണിലാണ്. എൻ്റെ ഈ മുന്നിൽ കാണുന്ന റിവർ കണ്ടോ, ഇതാണ് ഡൂണ റിവർ. ദനൂബ് എന്ന് പറയും. ഡൂണ റിവർ എന്നാണ്, ഡൂണ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനകത്ത് ശരിക്കും സെർബിയയിൽ പ്രധാനമായിട്ടും 2 റിവറാണുള്ളത്, ഡൂണയും അതുപോലെ സാവയും. അപ്പോൾ ഈ 2 റിവറിൻ്റെയും ഒരു മെർജിങ്, രണ്ടും ഒത്തുചേരുന്ന ഒരു സ്ഥലവും കൂടെയാണ് ശരിക്കും ഈ ഗ്രേറ്റ് വാർ ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ് വാർ ഐലൻഡിനുള്ള വിശേഷങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തും കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ യുദ്ധങ്ങൾ ഒരുപാട് കണ്ടുമടുത്ത ഒരു രാജ്യമാണ് സെർബിയ. അപ്പോൾ അതിനകത്ത് ആ സമയത്തൊക്കെ വെപ്പൺസ് കീപ്പ് ചെയ്യുന്നതൊക്കെ ആ ഒരു ഐലൻഡിലായിരുന്നു. എന്തായിരുന്നാലും ഓക്കെ, ഞാനിപ്പോൾ ആ ഐലൻഡിലേക്ക് പോകുന്നത്, ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ചെയ്തൊരു വീഡിയോ ഉണ്ട്. ആ ഐലൻഡിലേക്ക് എല്ലാ വർഷവും ഇവിടുത്തെ മിലിറ്ററി ഒരു ബ്രിഡ്ജ് പണിയും. അതൊരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബ്രിഡ്ജാണ്, അത് ടെമ്പററി ബ്രിഡ്ജും കൂടെയാണ്. അപ്പോൾ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ബീച്ച് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനും ആ ഒരു ബീച്ചിൽ പോയിട്ട് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സമ്മർ ടൈമിൽ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് അവിടെ പണിയുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു ബ്രിഡ്ജിൻ്റെ വിശേഷമാണ് കേട്ടോ നിങ്ങളുടെ ഈ വീഡിയോക്കകത്ത് മുഴുവൻ. എന്തായാലും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ മറക്കരുതേ. അപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ മിലിറ്ററി പണിഞ്ഞ ഹാൻഡ് മെയ്ഡ് ബ്രിഡ്ജ്. ടെമ്പററി ബ്രിഡ്ജാണ്. ഈ ഒരു ബ്രിഡ്ജിൽ കൂടെ വേണം നമുക്ക് അപ്പുറത്തെ വാർ ഐലൻഡിലേക്ക് പോകാനായിട്ട്. എല്ലാ വർഷവും ഇവിടെ അവരിത് പണിയാറുണ്ട്. ഈ ഒരു ഐലൻഡിൻ്റെ പ്രത്യേകത, നമുക്കതിനകത്ത് പോയാൽ ഒരു ബീച്ച് നമുക്ക് കുളിക്കാനും അതുപോലെ അവിടെ തന്നെ നമുക്ക് കുറച്ച് ഗെയിംസായി കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ ശരിക്കും ആ ഒരു ഫോറസ്റ്റിനകത്ത് നമ്മൾ കയറിക്കഴിഞ്ഞാൽ അതൊരു വേറൊരു ഫീലാണ്. അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇത്രയും ചൂട് സമയത്ത് ഒന്ന് റിലാക്സ് ആവാനായിട്ടുള്ളൊരു സെറ്റപ്പ് അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടോ, ഇവിടുത്തെ ഈ ഒരു സെർബിയയിൽ ബെൽഗ്രേഡ് കൂടുതലായിട്ട് ഈ വാട്ടർ ഫ്രണ്ടേജിൻ്റെ അടുത്തെല്ലാം തന്നെ ഇതുപോലത്തുള്ള ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഒരുപാടുണ്ട്. ചെറിയ റിസോർട്ടും കാര്യങ്ങളും റെസ്റ്റോറൻറ്റുകളൊക്കെ എല്ലാം ഫ്ലോട്ടിംഗ് ആണ്. പിന്നെ ഇതുപോലത്തുള്ള നിരവധി ബോട്ടുകളുമുണ്ട്, പ്രൈവറ്റ് ബോട്ടുകളായിരിക്കും കൂടുതലും. അപ്പോൾ ഇവർ കൂടുതലായിട്ട് ഇങ്ങനെ ഈ ഒരു വീക്കെൻഡ് ടൈം അല്ലെങ്കിൽ ഈ സമ്മർ ടൈമൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാട്. നമ്മളെക്കാട്ടിലും നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല എന്നല്ല, നമ്മളെക്കാട്ടിൽ ഒരുപാട് ടൈം ഇതിനു വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും സെർബിയയെക്കുറിച്ചുള്ള കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയക്കുറവുണ്ടായിട്ടോ. എഡിറ്റ് ചെയ്യാൻ ഈ പതുക്കെ വരുന്നത് വീഡിയോസ് അല്ല. എന്തായാലും ഈ ബ്രിഡ്ജിനെ കുറിച്ചും പിന്നെ ഈ ഒരു വാർ ഐലൻഡിനെ കുറിച്ചൊക്കെയുള്ള ഒരു വിഷ്വലൈസേഷൻ കുറച്ച് എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് കണ്ട് ഓക്കെ, ഇതിനകത്ത് എത്രത്തോളം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും പറ്റുന്നതുപോലെ നിങ്ങൾ ഈ പുതിയ അറിവുകൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കാണാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലെ ഇതിനകത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഇറങ്ങുന്നവർക്കൊരു പ്രചോദനമാവും. അപ്പോൾ നമുക്ക് നേരെ ഐലൻഡിലേക്ക് പോവാം. ഐലൻഡിലേക്ക് പോയി കഴിഞ്ഞിട്ട് അതിനകത്തുള്ള വിശേഷങ്ങളെക്കുറിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനകത്ത് കുറേ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. പഴയ വീടാണ്. ഈ സമ്മർ ടൈം വിൻ്റർ ടൈമിലൊന്നും ഇവിടെ ആരും വരാൻ ഈ ഒരു ആക്സസ് ഇല്ലാത്തത് കൊണ്ട് ബോട്ടിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ സമ്മർ ടൈമിൽ കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത്. വിൻ്റർ ടൈമിലാണെങ്കിൽ ആൾക്കാർ അവിടെ താമസിക്കാറില്ല. നമ്മളത് നേരെ കാണുന്ന കേട്ടോ ബീച്ച്. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോവാം. അതുപോലെ ഞാൻ ഈ ബീച്ചിൻ്റെ ഭാഗത്തേക്കൊന്നും അധികം പോകുന്നില്ല. നമുക്ക് ഇപ്പോൾ ഈ ഒരു ഐലൻഡിൻ്റെ ഒരു ഫോറസ്റ്റിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയാണല്ലോ, നമുക്കത് കാണാനായിട്ട് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് പോവാം ഉള്ളിലേക്ക്. എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഈ ഐലൻഡ് നേരത്തെ ഇരുന്ന സമയത്ത് ഉള്ള ആ ഒരു സമയത്തുള്ള വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നല്ല ഭംഗിയാണ്. അതിനകത്തോട് നടക്കുമ്പോഴത്തേക്കും എന്താ പറയാനായിട്ട്, ഇതിനകത്ത് അങ്ങനെ അധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവികളൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമുക്ക് ആ ഐലൻഡിനകത്തേക്ക് പോകാം. അകത്തേക്കുള്ള ഭംഗി നിങ്ങൾക്ക് കാണാം. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.